നമസ്കാരം. ബാലതാരമായി സിനിമയിലെത്തിയതു മുതൽ ഇപ്പോൾ വരെയും മലയാളികൾ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന താരമാണ് കാവ്യ മാധവൻ. ചന്ദ്രനുദിക്കുന്ന ദിക്കിൽ എന്ന ചിത്രത്തിലൂടെയാണ് നടി നായികയായി വന്നത്. പിന്നീട് മലയാള സിനിമയുടെ നായികാ സങ്കല്പമായി മാറുകയായിരുന്നു. 2 പതിറ്റാണ്ടോളം മലയാളത്തിലെ മുൻനിര നായികയായി തന്നെ ജീവിച്ചു. പൂക്കാലം വരവായി എന്ന ചിത്രത്തിലൂടെയാണ് കാവ്യ തന്റെ സിനിമാ ജീവിതം ആരംഭിച്ചതെങ്കിലും അഴകിയ രാവണിലൂടെയാണ് കാവ്യ എല്ലാവരും ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. ഒരു കാലത്ത് മലയാള സിനിമയിൽ കാവ്യയ്ക്കുണ്ടായിരുന്ന സ്റ്റാർഡം ഇന്ന് മലയാളത്തിലെ യുവനടിമാർക്ക് പോലും സ്വപ്നം പോലും കാണാൻ കഴിയില്ലെന്നാണ് ആരാധകർ പറയുന്നത്. അതേസമയം മലയാള സിനിമയെ എക്കാലത്തെയും മികച്ച ഓൺ സ്ക്രീൻ താരജോഡികളാണ് കാവ്യ മാധവനും ദിലീപും. ഇപ്പോൾ ഓഫ് സ്ക്രീനിലും ഞങ്ങൾ ദ ബെസ്റ്റ് ആണെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടുപേരും. ഒരുമിച്ച് പങ്കെടുക്കുന്ന വേദികളെല്ലാം സെൻട്രൽ ഓഫ് ദ അട്രാക്ഷൻ എപ്പോഴും കാവ്യയും ദിലീപും തന്നെയായിരിക്കും. ഇടക്കാലത്തുണ്ടായ വിവാദങ്ങളും പ്രതിസന്ധികളും കുടുംബത്തെ ഒന്ന് ഉലച്ചെങ്കിലും പിന്നീട് കുടുംബം അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് സന്തോഷം കണ്ടെത്തുകയാണ്. ഇപ്പോൾ അഭിനയ രംഗത്തില്ലെങ്കിലും സോഷ്യൽ മീഡിയ നിറയെ കാവ്യ തന്നെയാണ്. ഓണത്തിന് മുമ്പേ തുടങ്ങിയ പ്രൊമോഷൻ ഓണം കഴിഞ്ഞിട്ടും അതേപോലെ തുടർന്നിട്ടുണ്ട്. കാവ്യ മാധവന് പുറമെ മീനാക്ഷിയും മഹാലക്ഷ്മി എത്തിയതോടെ കച്ചവടം വമ്പൻ നേട്ടത്തിലായി എന്ന് പറയുന്നതിൽ തെറ്റില്ല. മീനാക്ഷിയുടെ ചിത്രങ്ങളെല്ലാം ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. മീനാക്ഷി മാത്രമല്ല, മഹാലക്ഷ്മിയും ഒപ്പമുണ്ടായിരുന്നു. ഓണത്തിന് ട്രെൻഡായത് മീനാക്ഷിയുടെയും മഹാലക്ഷ്മിയുടെയും ചിത്രങ്ങൾ തന്നെയാണ്. ഏറെ ആരാധകരുള്ള സ്റ്റാർ കിഡ്സ് ആണ് മീനാക്ഷിയും മഹാലക്ഷ്മിയും. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇരുവരെയും രംഗത്തെത്തിച്ചുകൊണ്ട് കാവ്യ കച്ചവടം കൂട്ടിയതും. ഇത്തവണത്തെ ഓണം ആഘോഷങ്ങൾ പൊടിപൊടിച്ചതോടൊപ്പം തന്നെ കച്ചവടവും കാവ്യ പൊടിപൊടിക്കുകയായിരുന്നു. ലക്ഷ്യയിലൂടെ മികച്ച ബിസിനസ്സുകാരിയായി കാവ്യ മാറുകയും ചെയ്തു. അഭിനയത്തിൽ എന്ന പോലെ കച്ചവടത്തിൽ കൂടി കാവ്യ മിടുപിടിക്കുക എന്നാണ് ആരാധകർ പറയുന്നത്. എന്നാൽ ആരാധകർ പറയുന്നത് മാത്രമല്ല, സത്യത്തിൽ അത് തന്നെയാണ് സത്യം. കൊച്ചിയിൽ തന്നെയുള്ള ഷോപ്പിൽ ഓൺലൈൻ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. കാവ്യയ്ക്ക് ബിസിനസ് ആശയങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് സഹോദരൻ മിഥുൻ മാധവനും സഹോദരി റിയയുമാണെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ദിലീപും ഒപ്പം തന്നെ സഹായത്തിനായുണ്ട്. ഓസ്ട്രേലിയയിൽ സ്ഥിരതാമസമാക്കും മുൻപേ തന്നെ കാവ്യയുടെ സഹോദരൻ ലക്ഷ്യയ്ക്ക് വേണ്ടി ചെയ്യാനുള്ളതെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഓസ്ട്രേലിയയിൽ ആണെങ്കിലും ഇന്നും കാവ്യയ്ക്കൊപ്പം തന്നെ മിഥുനുണ്ട് എന്നുള്ളത് മറ്റൊരു കാര്യം. മാത്രമല്ല, ജീവിതത്തിൽ പലപ്പോഴും പല പ്രതിസന്ധികൾ ഉണ്ടായപ്പോഴും കാവ്യയ്ക്കൊപ്പം നിന്നത് മിഥുൻ കുടുംബവും തന്നെയാണ്.